ക്ഷേത്രങ്ങളും ആചാരങ്ങളും വിശ്വാസികൾക്കുള്ളതാണ്. ആ വിശ്വാസമുള്ള ഏതൊരാൾക്കും ജാതിമത ചിന്തയില്ലാതെ അവിടെ പോകാം. ജാതിമത വിലക്കുകൾ ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ് ഓരോഴയിലെ പെരുവിരുത്തി മലനട. ക്ഷേത്ര ഐതിഹ്യങ്ങളുടെ പരമ്പരയിൽ ഇന്ന് പ്രതിപാദിക്കുന്നത് മലയപ്പൂപ്പൻ എന്ന മലനട അപ്പൂപ്പനെ പറ്റിയാണ്. ഭൂമിക്ക് കരംപെരുവ് തുടങ്ങിയ കാലം മുതൽ പാട്ടാധാരത്തിന്റെ സ്ഥാനത്ത് ദുര്യോധനൻ എന്ന പേര് ചേർത്ത് മലനട നിവാസികൾ നികുതി ഒടുക്കുന്ന ഒരു ക്ഷേത്രമാണ് പെരുവിരുത്തി മലനട. ശാസ്താംകോട്ട ചക്കുവള്ളിക്ക് അടുത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറും തെക്കും വിശാലമായ നെൽപ്പാടങ്ങളും കിഴക്കും വടക്കും കൃഷിഭൂമിയുടെയും നടുക്ക് പ്രകൃതി ഭംഗിയിൽ മനോഹരമായ മലമുകളിലാണ് അപ്പൂപ്പൻ എന്ന സങ്കല്പത്തിലുള്ള ദുര്യോധനൻ കുടിയിരിക്കുന്നത്. ദ്രാവിഡ സംസ്കാരം തലമുറകളായി കാത്തുസൂക്ഷിക്കപ്പെട്ടതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മലനട ക്ഷേത്രം. കുറവ സമുദായത്തിൽപ്പെട്ട കടുത്താംശ്ശേരി കുടുംബത്തിലെ ഊരാളി നൂറ്റാണ്ടുകളായി ദ്രാവിഡ ആചാരപ്രകാരം പൂജാതി കർമ്മങ്ങൾ നടത്തിവരുന്നു. മലക്കുട മഹോത്സവത്തിന് ഊരാളി കയ്യിലേന്തുന്ന കുട മലനാഥനായ ഊരാളിയുടെ അധികാരത്തിന്റെ അടയാളമാണ്. കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് ഭക്തർ നേർച്ചയായി സമർപ്പിക്കുന്നത്. ആര്യവർഗത്തിന്റെ കടന്നുകയറ്റം പല ക്ഷേത്രങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ബ്രാഹ്മണ മേധാവിത്വം ഈ ക്ഷേത്രത്തിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. എങ്കിലും മഹാഭാരത കഥയിലെ പ്രതിനായകനായ ദുര്യോധനനിലേക്കാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ചെന്നെത്തുന്നത്. ഒരു പ്രത്യേക വിഭാഗക്കാരുടെ ആരാധനാക്ഷേത്രമായ മലനടയിൽ അപ്പൂപ്പൻ എന്ന സങ്കല്പമിരിക്കെ ദുര്യോധനനാണ് ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഐതിഹ്യകഥ ഇപ്രകാരമാണ്. സമയക്രമങ്ങളോ സ്ഥലകാലങ്ങളോ ഒന്നും ദേവതാസങ്കല്പത്തിന് ഒരു തടസ്സമല്ല എന്നതാണ് വസ്തുത. പാണ്ഡവ കൗരവ യുദ്ധമാണ് മഹാഭാരത യുദ്ധം. ചൂതുകളിയിൽ തോറ്റ പാണ്ഡവർ ധർമ്മപ്രകാരം 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും അനുഷ്ഠിക്കേണ്ടി വന്നു. പിടിക്കപ്പെടാതെ 1 വർഷം അജ്ഞാതവാസം പൂർത്തിയാക്കി തിരിച്ചു വന്ന പാണ്ഡവർക്ക് രാജ്യം വിട്ടുകൊടുക്കണം. കൗരവ പ്രമുഖനായ ദുര്യോധനന് ഇത് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ചാരന്മാരെ പല വഴിക്ക് വിട്ടെങ്കിലും അവരെ കണ്ടെത്താനായില്ല. സ്വന്തം നിലയിൽ ദുര്യോധനൻ കർണനോടൊപ്പം പടയാളികളും ചേർന്ന് പാണ്ഡവരെ തിരക്കിയിറങ്ങി. അങ്ങനെ അവർ ദ്രാവിഡ ദേശത്തും എത്തിയെന്ന് പറയപ്പെടുന്നു. ഇന്ന് കാണുന്ന മലനട അന്ന് കൊടുങ്കാടായിരുന്നു. തിരച്ചിലിനിടയിൽ ഒറ്റപ്പെട്ടുപോയ ദുര്യോധനൻ ദാഹജലത്തിനും ക്ഷീണമകറ്റാനും കടുത്താംശ്ശേരി കുടുംബത്തിൽ കയറി ചെന്നു. അതിഥി സൽക്കാരത്തിനായി ആ വീട്ടിലെ സ്ത്രീ കുടിക്കാൻ 1 കുടം ഇളനീരാണ് കൊടുത്തത്. തിരിഞ്ഞു നടക്കുന്ന സ്ത്രീയുടെ കഴുത്തിലെ പുറത്താലി കണ്ട് ഈ കുടുംബം കുറവ സമുദായത്തിൻ്റെതാണെന്നും താൻ അശുദ്ധമായി എന്നും ദുര്യോധനൻ ചിന്തിച്ചെങ്കിലും അവിടമാകെ ഒരു ശിവചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായി തോന്നി. തനിക്ക് അനുഭവപ്പെട്ട ശിവചൈതന്യത്തെ ഈ നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മലമുകളിൽ കുടിയിരുത്തി.
സമുദായത്തിലെ പല പ്രമുഖരും ദുര്യോധനനെ കാണാനെത്തി. തനിക്ക് ചുറ്റും കൂടി നിന്നവരോടായി ദുര്യോധനൻ ഇപ്രകാരം പറഞ്ഞുവത്രേ: ഒരു യുദ്ധം ആസന്നമായിരിക്കുകയാണ്. മീനമാസത്തിലെ 2-ാം വെള്ളിയാഴ്ച യുദ്ധത്തിൽ വിജയശ്രീ ലാളിതനായി ഞാൻ ഈ നാട്ടിൽ തിരിച്ചു വരും. അന്ന് എന്നെ സ്വീകരിക്കാൻ വേണ്ടി മീനമാസം 1-ാം വെള്ളിയാഴ്ച മുതൽ സകലവിധ ഒരുക്കങ്ങളോടും കൂടി നിൽക്കണം. മീനമാസം 2-ാം വെള്ളിയാഴ്ച അർദ്ധരാത്രി വരെ എന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ യുദ്ധത്തിൽ മരിച്ചതായി സങ്കല്പിച്ച് എനിക്ക് വേണ്ടുന്ന ഉദകക്രിയ നിങ്ങൾ നടത്തണം എന്നും ഇവിടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വരുമെന്നും പറഞ്ഞ് 101 ഏക്കറോളം വരുന്ന ഭൂമി ആ സമുദായത്തിന് ദാനം ചെയ്തിട്ടാണ് ദുര്യോധനൻ പോയത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മീനമാസം 1-ാം വെള്ളിയാഴ്ച കൊടിയേറി 2-ാം വെള്ളിയാഴ്ച ആഘോഷങ്ങളോടു കൂടി കെട്ടുകാഴ്ചകളോടും ആചാര വെടികളോടും കൂടി ദുര്യോധനനെ വരവേൽക്കാൻ വൻ ഒരുക്കങ്ങൾ മലനിറ നിവാസികൾ നടത്തിയത്. മലക്കുട ദിവസം അർദ്ധരാത്രി ക്ഷേത്രത്തിലെ പ്രധാന ആൽത്തറയിൽ പനമ്പായ വിരിച്ച് വായ്ക്കരിയിടൽ കർമ്മം നടത്തുന്നതും തുടർന്ന് അമ്പെയ്ത്ത് നടത്തുന്നതും ഈ വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടാണ്. മഹാഭാരത യുദ്ധം 18 ദിവസങ്ങൾ നീണ്ടു നിന്നതും 18-ാം ദിവസം ദുര്യോധനൻ ഭീമനാൽ കൊല്ലപ്പെടുന്നതും ഏവർക്കും അറിവുള്ളതാണ്. അപ്പോൾ യുദ്ധത്തിന് 1-2 മാസം മുമ്പാകണം ദുര്യോധനൻ ദ്രാവിഡ ദേശത്ത് പാണ്ഡവരെ തേടിയെത്തിയത്. ആചാരത്തിനും വിശ്വാസത്തിനുമാണ് പ്രാധാന്യം. മറ്റ് ക്ഷേത്രങ്ങളിൽ ഉത്സവം കഴിഞ്ഞാൽ ഉടനെ കൊടിയിറങ്ങുമെങ്കിലും മലനിര ക്ഷേത്രത്തിൽ മീനമാസത്തിലെ 3-ാം വെള്ളിയാഴ്ചയാണ് കൊടിയിറങ്ങുന്നത്. വിഗ്രഹാരാധനയില്ലാത്ത ബുദ്ധമതക്കാർ ഇന്നാട്ടിൽ ഉണ്ടായിരുന്നോ എന്ന് സ്ഥാപിക്കാൻ ചരിത്രരേഖകളില്ല. ചുറ്റമ്പലമോ പ്രതിഷ്ഠയോ ഈ ക്ഷേത്രത്തിൽ ഇല്ലെന്നതാണ് എടുത്തു പറയത്തക്ക പ്രത്യേകത. കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിൽ ഓരോഴി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം തെക്കൻ കേരളത്തിലെ 1000-ലധികം വരുന്ന മലനടകളിൽ പ്രധാനപ്പെട്ടതാണ്. കുറവ സമുദായത്തിന്റെ നിയന്ത്രണത്തിലും 7 കരകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സമിതികളുടെയും യോഗം ചേർന്നാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. കുറവരുടെ പൂർവിക പ്രകൃതി ആരാധനകളായിട്ടാണ് മലനടകൾ നിലകൊള്ളുന്നത്. കേരള ചരിത്രത്തിലെ ഇരുണ്ട നൂറ്റാണ്ടുകൾ കുറവ രാജവംശങ്ങളുടെ തകർച്ചയുടെ കാലഘട്ടമായിരുന്നു. സംഘകാലഘട്ടമായിരുന്നു കുറവരുടെ സുവർണ കാലഘട്ടം. സംഘകാല സാഹിത്യകൃതികളിൽ മിക്ക കാവ്യങ്ങളിലും നായികാനായകന്മാർ കുറവനും കുറത്തിയുമായിരുന്നു. പെരുവിരുത്തി മലനടയിലെ 2 പ്രധാന ആഘോഷങ്ങളാണ് മലക്കുട മഹോത്സവവും 12 വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന പള്ളിപ്പാനയും. മലനടയിലെ കെട്ടുത്സവം വളരെ പ്രശസ്തമാണ്. ഉത്സവത്തിന് മലക്കുട പേറി കച്ചയെടുത്ത് ഊരാളൻ തുള്ളി മലയിറങ്ങുമ്പോൾ മുരുവ് കണ്ടത്തിൽ കെട്ടുകാഴ്ചകൾ നിരക്കുന്നു. എടുപ്പ് കുതിരകളും എടുപ്പ് കാളകളുമാണ് പ്രധാന ഉത്സവ കാഴ്ചകൾ. ഉത്സവ ദിവസം ഉച്ച കഴിഞ്ഞ് ഊരാളി സഹായികളോടൊപ്പം ഗുരുക്കൻശ്ശേരി ഭഗവതി ക്ഷേത്രം സന്ദർശിച്ച് ദേവിയെ മലനടയിലേക്ക് ക്ഷണിക്കുന്നു. ഭഗവതി ഘോഷയാത്രയായി മലനടയിലെത്തി ക്ഷേത്രത്തിന് മുന്നിലുള്ള മണ്ഡപത്തിൽ ഇരിക്കുന്നു. അതിനുശേഷം ഊരാളി കടുത്താംശ്ശേരി കൊട്ടാരത്തിലെ തൻ്റെ വസതിയിൽ പോവുകയും കച്ചകെട്ടി ഒരുങ്ങുകയും ചെയ്യുന്നു. പിന്നീട് ക്ഷേത്രത്തിൽ വന്ന് ആരാധന നടത്തിയ ശേഷം കെട്ടുകാഴ്ച കാണാനായി മുരവ് കണ്ടത്തിലേക്ക് പോകുന്നു. മലനട അപ്പൂപ്പന്റെ ഇഷ്ടം കെട്ടുകാളകളെയാണ്. തിളങ്ങുന്ന കണ്ണുകളും വാശിയും വീറും വടിവത്ത ശരീരപ്രകൃതിയുമുള്ള എടുപ്പ് കാള ഏവരെയും ആകർഷിക്കുന്നു. 21 കോൽ ഉയരമുള്ള എടുപ്പ് കുതിരകളെയും കാണാനും
അവ തോളിലെടുത്ത് കുന്നിൻ മുകളിലൂടെ വലം വയ്ക്കുന്നത് കാണാനും ധാരാളം ആളുകൾ എത്താറുണ്ട്. ഓലക്കുട ചൂടി ഒറ്റക്കാലിൽ ഉറഞ്ഞു തുള്ളിയെത്തുന്ന ക്ഷേത്രത്തിലെ പൂജാരി താഴേക്കിറങ്ങിച്ചെന്ന് കെട്ടുകാഴ്ചകളെ അനുഗ്രഹിക്കും. ഉത്സവ ദിവസം മുരുവ് കണ്ടത്തിൽ ഒത്തുചേരുന്ന കാളകളെയും കുതിരകളെയും മറ്റ് കാഴ്ചകളെയും മലയൂരാളിയായ മലനട അപ്പൂപ്പന്റെ അനുഗ്രഹത്തിനായി കാത്തുനിൽക്കുന്നു. നിലപാട് തറയ്ക്കു ശേഷം കെട്ടുകാഴ്ചകൾ കുന്നുകയറി ക്ഷേത്രത്തിന് 3 വലം വയ്ക്കുന്നതോടെ കെട്ടുത്സവം സമാപിക്കുന്നു. അതിപുരാതന കാലത്ത് തന്നെ മലനടയുടെ ധനത്തിന്റെയും സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മലയപ്പൂപ്പന്റെ ശക്തിയുടെയും പ്രതീകമായി തങ്കനിർമ്മിതമായ ഒരു കൊടി ഉണ്ടായിരുന്നു. കടുത്താംശ്ശേരി കൊട്ടാരത്തിനുള്ളിലെ ഒരു പ്രത്യേക അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന തങ്കക്കൊടി മോഷ്ടിക്കപ്പെട്ടു. തങ്കക്കൊടിയുടെ അപഹരണത്തോടെ 7 കരകളിലും അശാന്തിയുടെ കരുനിഴലും കഷ്ടപ്പാടുകളും ഏറി വന്നു. കാലങ്ങൾക്ക് ശേഷം മലയപ്പൂപ്പന്റെ ഇച്ഛാനുസരണം പ്രശ്നപരിഹാരമായി 7 കരക്കാരും കൂടി ശക്തിയുടെയും സമ്പത്തിന്റെയും പ്രതീകമായ സ്വർണക്കൊടി 101 പവൻ സ്വർണത്താൽ നിർമ്മിച്ചു സമർപ്പിച്ചു. മീനമാസത്തിലെ 1ഉം 2ഉം വെള്ളിയാഴ്ചയും കൊടി സമർപ്പണ ദിവസമായ ഒക്ടോബർ 31-നും ഭക്തർക്ക് സ്വർണക്കൊടി ദർശിക്കാൻ ഭാഗ്യമുണ്ടാകും. മലനട പോരുവഴി പെരുവരുത്തി ക്ഷേത്രം ചരിത്ര ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട 14ഓളം ഉപക്ഷേത്രങ്ങൾ ഈ മഹാദേവസ്ഥാനത്ത് നിന്ന് ചുറ്റുമായിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഊരാളികളാണ് ക്ഷേത്രപൂജകൾ നടത്തുന്നത്. മലനട ക്ഷേത്രത്തിലെ ഇതിഹാസ ഊരാളിയാണ് ശങ്കരൻ അയ്യപ്പൻ. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങാണ് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാപള്ളിപ്പാന. മലനട ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ട കാലത്തിനിടയിൽ ദേശാധിദേവനായ ആരാധനാമൂർത്തിക്കുണ്ടാകുന്ന ചൈതന്യക്ഷയം മാറ്റി ദേശത്തിനും ഭക്തർക്കും സർവ ഐശ്വര്യങ്ങളും സിദ്ധിക്കുന്നതിനായി ശൈവശക്തിയുടെ ശ്രേഷ്ഠഭാവങ്ങളോടെ നടത്തപ്പെടുന്ന പുണ്യകർമ്മമാണ് പള്ളിപ്പാന. 2023 ഫെബ്രുവരി 24 വെള്ളിയാഴ്ച മുതൽ 2023 മാർച്ച് 7 വരെയുള്ള 12 ദിവസമാണ് കഴിഞ്ഞ പള്ളിപ്പാന നടത്തിയത്. 12 ദിവസങ്ങളിലായി 18 കർമ്മങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുന്നതാണ് പള്ളിപ്പാനയുടെ ചടങ്ങുകൾ. പള്ളിപ്പാനയുടെ ആവിർഭാവം പുരാണത്തിലെ പാലാഴി മഥനവുമായി ബന്ധപ്പെടുത്തിയാണ് പറയപ്പെടുന്നത്. അസുരന്മാരെ മോഹിനീവേഷധാരിയായ മഹാവിഷ്ണു ചതിച്ച് അമൃത് കൈക്കലാക്കിയതിന് അസുരഗുരുവായ ശുക്രാചാര്യർ മഹാവിഷ്ണുവിനെ ശപിച്ചു. മഹാവിഷ്ണുവിന് രോഗബാധയും ആലസ്യവും ഉണ്ടായി. ഗണപതിയുടെ നിർദ്ദേശപ്രകാരം സുബ്രഹ്മണ്യൻ രാശി പ്രശ്നം വെച്ചപ്പോൾ ദോഷമകറ്റാൻ വേലന് മാത്രമേ കഴിയൂ എന്നറിഞ്ഞു. എന്നാൽ വേലനെ എങ്ങും കണ്ടുകിട്ടിയില്ല. ഒടുവിൽ ശിവൻ വേലനായും പാർവതി വേലത്തിയായും മാറി പറകൊട്ടി ഒഴിഞ്ഞ് വിഷ്ണുവിന്റെ രോഗവും ആലസ്യവും മാറ്റിയെന്നാണ് ഐതിഹ്യം. എന്തുതന്നെയായാലും ഒരു നാടിന്റെയും നാട്ടുകാരുടെയും നാടുകാക്കുന്ന ദേവന്റെയും ക്ഷേമ ഐശ്വര്യങ്ങൾക്കായി നടത്തപ്പെടുന്ന കർമ്മം എന്ന് വിശ്വസിക്കുന്നതാവും കൂടുതൽ ഉത്തമം. ദുര്യോധനനെ സംബന്ധിച്ചാണെങ്കിൽ പാണ്ഡവർ കാട്ടിൽ പോയ 12 വർഷം സർവസമൃദ്ധിയോടെ രാജാവായി വാണിരുന്നു. ഈ ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞാണ് യുദ്ധത്തിൽ ദുര്യോധനൻ കൊല്ലപ്പെടുന്നത്.
ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ജാതിമത ചിന്തകൾക്ക് അതീതമായി നിൽക്കുന്ന പെരുവിരുത്തി മലനട ദുര്യോധന ക്ഷേത്രം ഒരു മാതൃകാ ക്ഷേത്രം തന്നെയാണ്.